ബലോചിസ്ഥാനിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബലോച്ച് ദേശീയവാദികൾ. ബലോച്ച് ദേശീയവാദി നേതാവ് മിർയാർ ബലോച്ചാണ് റിപ്പബ്ലിക് ഓഫ് ബലോചിസ്ഥാൻ ക്യാമ്പയിനുമായി രംഗത്തെത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതവുമായി സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തി ബലോച്ചിലെ സ്ഥിതി കൂടുതൽ വഷളാകുന്നത്. റിപ്പബ്ലിക് ഓഫ് ബലോചിസ്ഥാനെ സ്വതന്ത്ര രാജ്യമായി ബലോച്ച് ദേശീയവാദികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൊറ്റയെ രാജ്യതലസ്ഥാനവും ഗാദറിനെ വാണിജ്യ തലസ്ഥാനവുമായി അംഗീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഭാരതവും ഐക്യരാഷ്ട്രസഭയും പുതിയ രാജ്യത്തെ അംഗീകരിക്കണം. ഡൽഹിയിൽ ബലോച്ച് എംബസി തുറക്കണമെന്നും ബലോച്ച് ദേശീയവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ പറയുന്നു. ബലോച്ചിലേക്ക് സമാധാന സേനയെ അയക്കാൻ UN തയ്യാറാകണമെന്നും പാകിസ്ഥാൻ സൈന്യത്തെ മേഖലയിൽ നിന്നും അടിയന്തരമായി പിൻവലിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. 1947 ഓഗസ്റ്റ് 11 ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ തന്നെ തങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നുവെന്ന് ബലോച്ച് ദേശീയവാദിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ മിർയാർ ബലോച്ച് ചൂണ്ടിക്കാട്ടി. ബലോച്ച് ദേശീയവാദികളുടെ ആവശ്യത്തെ പിന്തുണച്ച് സുബ്രഹ്മണ്യൻ സ്വാമി അടക്കമുള്ള ഭാരതത്തിലെ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളിൽ ഭാരതം എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്ന് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം.